റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കും. സ്നേഹമുള്ള മക്കള് അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബാപ്പട്ട ജുബ്ബ, ഇനി ബാപ്പാന്റെ വല്ല മുടി എവിടെയും കൊഞ്ഞത് അതെന്തിനാ ആരാധിക്കാനാ? അതിന് പുണ്യം ഉണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിന് പുണ്യം ഉണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അപ്പോൾ സലഫികൾക്ക് എന്താണ് ആ വിഷയത്തിൽ, ഇസ്ലാമിന് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത് എന്നുള്ളതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമാകട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവസ്ത്രങ്ങളാകട്ടെ, അതേപോലെ തന്നെ വിയർപ്പാകട്ടെ, ഇതിനൊക്കെ എന്തുണ്ട്? ഇതിലൊക്കെ ബറക്കത്തുള്ളതാണ്, യാതൊരു സംശയവുമില്ല. അതിന് പുണ്യം ഉണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അത് നിഷേധിക്കാനും പാടില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, വ്യക്തമായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിന് പുണ്യം ഉണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? എന്നിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആദ്യം പറയണം, ഞാൻ എൻ്റെ തൊപ്പിക്കുള്ളിൽ ഇത് വെക്കും ബർക്കത്തിനായിട്ട്. ഞാൻ ആ തൊപ്പി ധരിച്ച് ഏത് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അതിലൊക്കെ ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സഹാബത്തിന്റെ നിലപാട്. അതിന് പുണ്യം ഉണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ?